യുക്രൈൻ റഷ്യ യുദ്ധം ഇതിലൊരു ശാശ്വത സമാധാനം വേണം. അതിന് പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ 4 കർമ്മ പരിപാടിയാണ് പ്രഖ്യാപിച്ചത്. സൈനിക പിന്തുണ യുക്രൈന് ഉറപ്പാക്കും. അതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കും തുടങ്ങിയുള്ള കർമ്മ പദ്ധതികളാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. 18ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ചതായും കെയർ സ്റ്റാമർ അറിയിച്ചിട്ടുണ്ട്. So we agreed some important steps today. First, we will keep the military aid flowing and keep increasing the economic pressure on Russia to strengthen Ukraine now. Second, we agreed that any lasting peace must ensure Ukraine's sovereignty and security, and Ukraine must be at the table. Third, in the event of a peace deal, we will keep boosting Ukraine's own defensive capabilities to deter any future invasion. ഐസൻ ജോസ് ചേർന്ന വിവരങ്ങളുമായി. ഐസൻ, എന്തൊക്കെ കർമ്മ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്? വീണ, ഇന്നലെയാണ് ഇത് സംബന്ധിച്ച യോഗം, വളരെ പ്രധാനപ്പെട്ട യോഗം, യൂറോപ്യൻ രാജ്യങ്ങളുടെ യോഗം നടന്നത്. 18ഓളം രാജ്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പല ലോക നേതാക്കളും, അതുപോലെ നമുക്കറിയാവുന്നതുപോലെ കെയർ സ്റ്റാമറിനൊപ്പം ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു ആ യോഗത്തിൽ. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, യുക്രൈൻ പ്രസിഡന്റും ഇപ്പോൾ ബ്രിട്ടനിൽ തന്നെ തുടരുകയായിരുന്ന യുക്രൈൻ പ്രസിഡന്റും പങ്കെടുത്തിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നതുമായ വിഷയം യുക്രൈന് കൃത്യമായ സൈനിക സഹായം നൽകുക. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയുമായുള്ള സൈനിക സഹായത്തിനുള്ള സാധ്യത കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈന് കൃത്യമായ സൈനിക സഹായം നൽകുക എന്ന യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ രാജ്യങ്ങളുടെ, ഒരു 18ഓളം രാജ്യങ്ങളുടെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. മാത്രമല്ല, റഷ്യക്കെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി. അതായത് പ്രാഥമികമായി റഷ്യയെ തുടർന്നുള്ളൊരു യുദ്ധത്തിന് പ്രേരിപ്പിക്കാതിരിക്കുക, അതുപോലെ തന്നെ അതേസമയം തന്നെ യുക്രൈനെ ആവശ്യമായ സൈനിക സഹായം നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുപോലെ തന്നെ ഈ യുക്രൈൻ്റെ പരമാധികാരം നമുക്കറിയാവുന്നതാണ്, USSRൽ നിന്നും വിഭജിച്ച് വന്നൊരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ പരമാധികാരം നിലനിർത്തുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തുക എന്നതാണ് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യമായി കണക്കാക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, ഈ സൗദി അറേബ്യയിലൊക്കെ നടന്ന അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ യുക്രൈനെ പങ്കെടുപ്പിച്ചില്ല എന്ന പരാതിയെല്ലാം തന്നെ യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി യുക്രൈൻ ഇല്ലാതെ ഒരു സമാധാന ചർച്ചകളും വേണ്ട എന്ന തീരുമാനമാണ് ഈ 18ഓളം യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്നലെ ലണ്ടനിൽ സമ്മേളിച്ചതിന് ശേഷം തീരുമാനമെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമാധാന ധാരണ നടപ്പായതിനു ശേഷം വീണ്ടും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ യുക്രൈൻ ഉറപ്പാക്കുക എന്നതാണ്. താൽക്കാലികമായ ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്നതിനപ്പുറം കൃത്യമായ സൈനിക പിന്തുണ യുക്രൈന് നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് $200 കോടി ഒരു ധനസഹായം പ്രഖ്യാപിക്കുകയും അത് 10,000-ഓളം മിസൈലുകൾ അവർക്ക് വേണ്ടി വാങ്ങുന്നതിന്, അതായത് യുക്രൈൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിന് വാങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കവുമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്ന 290 കോടി ഡോളറിൻ്റെ ഒരു സാമ്പത്തിക സഹായമുണ്ടായിരുന്നു. അതിന് പുറകെയാണ് ഇപ്പോൾ $200 കോടി മറ്റൊരു സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധിയായ സാമ്പത്തികവും അതുപോലെ തന്നെ മറ്റു സൈനികവുമായ സഹകരണം ഉറപ്പാക്കുക എന്ന നീക്കമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നെ നാറ്റോവുമായി സഹകരിച്ചുള്ള നീക്കങ്ങൾ നടത്തുക. നാറ്റോയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷയും എല്ലാം തന്നെ ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഒരു ഭൂരിപക്ഷം രാജ്യങ്ങളും ഈ യുക്രൈന് വേണ്ടി നിലകൊള്ളുക എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു സുപ്രധാന വിഷയം കൂടി ഇന്നലെ ഉണ്ടായത്, യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സെലൻസ്കിയും ട്രംപും തമ്മിലുള്ള ഒരു വാഗ്വാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കുക എന്ന ലക്ഷ്യവും ബ്രിട്ടനും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള നീക്കങ്ങളും വളരെ കൃത്യമായി നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുക്രൈൻ സമാധാന ചർച്ചകൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ചൊരു തീരുമാനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുള്ളത്. അത് അമേരിക്കയുടെ കൂടെ പിന്തുണയോടെ, ട്രംപിൻ്റെ കൂടി കാര്യമായ പിന്തുണയോടെ നടപ്പാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും റഷ്യ ഇനിയൊരു ആക്രമണത്തിലേക്ക് കൊണ്ടുപോകാത്തൊരു സാഹചര്യം, 3ാം ലോക മഹായുദ്ധം ഉണ്ടാകരുത് എന്ന ട്രംപിൻ്റെ നിലപാടും അതുപോലെ തന്നെ ആ നിലപാടിനോട് ചേർന്ന് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തെ പൂർണ്ണമായും ഒഴിവാക്കുക, ശക്തമായ പ്രതിരോധം ഉറപ്പാക്കുക. സ്വാഭാവികമായും ഒരു പുനർനിർമ്മാണം അനിവാര്യമാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള ഇടപെടലുകളും നടത്തുക, അതിനൊരു സാമ്പത്തിക സഹായം ഉൾപ്പെടെ നടത്തുക എന്നതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്. നമുക്കറിയാവുന്നതാണ്, റഷ്യയുടെ അസറ്റ്, അതായത് USSR ആയിരുന്ന കാലത്തുണ്ടായിരുന്ന റഷ്യൻ അസറ്റുകളെ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി
പുനർനിർമ്മാണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നലെ വായ്പകളും അനുവദിച്ചത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർച്ചയായി ശക്തമായി നടത്തുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 4 പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ട് മുൻപ് തന്നെയാണ്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ 18 രാജ്യങ്ങളുടെയും മേലധികാരി അധ്യക്ഷന്മാർ ലണ്ടനിലെത്തി യോഗം ചേരുകയും ആ യോഗത്തിൻ്റെ ഒരു ഔട്ട്കമായാണ് ഈ ഒരു തീരുമാനമുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായൊരു സാന്നിധ്യമായി മാറുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ. ഓക്കെ, ശരിയായി സർ.